നമ്മളിൽ ചുരുക്കം ചിലർ മിനോക്സിഡിലിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. ബോൾഡിംഗ് സ്ലോ ആക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സയന്റിഫിക്കലി പ്രൂവൻ മെഡിസിനാണ് മിനോക്സിഡിൽ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ലോകത്ത് FDA അപ്രൂവ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെഡിസിനൽ ട്രീറ്റ്മെന്റ് ആണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ഹെയർ ഷെഡിങ് നോർമലായ കാര്യമാണ്. കാരണം മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ ഓൾഡ് ഹെയറിനെ പുഷ് ചെയ്തിട്ട് ന്യൂ ഹെയർ ഫോളിക്കൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നെറ്റിയിലും കണ്ണിലൊന്നും ആവാണ്ട് നോക്കണം. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, എൻ്റെ നെറ്റിയിലൊക്കെ ഇറങ്ങി ആകെതാ ഇവിടൊക്കെ ഹെയർ വന്നായിരുന്നു. ഞാനിപ്പോൾ ഷേവ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വൃത്തിയാക്കി എന്ന് പറയാൻ പറ്റത്തില്ല, വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടൊക്കെ ഞാൻ മുടി ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഹെയർ പാർട്ടാക്കി തിരിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുകയാണ്. നമ്മുടെ മിനോക്സിഡിലിൻ്റെ കൂടെ ഒരു റോളർ കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ട് അവിടെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യത്തെ യൂസിൽ തന്നെ എനിക്ക് ഹെയർ കുടുങ്ങി, ഹെയർ പൊട്ടിപ്പോയി. അപ്പോൾ ഞാനിത് ക്ഷമയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഒരു 4 മന്ത് മിനോക്സിഡിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും ഭാഗം ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതാണ്. ഇവിടം വരെ എനിക്ക് പുതിയ മുടി ലെങ്ത്ത് വെച്ചതാണ്. ഇതാ ഈ ചുരുണ്ട് കിടക്കുന്ന എൻ്റെ മുടിയാണ്. ഇത്രയും ലെങ്ത്ത് വെച്ചു. പിന്നെ നല്ല രീതിയിൽ ഹെയർ നല്ല തിക്കായിട്ടാണ് വളരുന്നത്. ബേബി ഹെയർസൊക്കെ ഒരുപാട് ബേബി ഹെയർസാണ് തലയിലൊക്കെ. ബേബി ഹെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരത്തില്ല. പക്ഷേ ബേബി ഹെയർസൊക്കെ നല്ല രീതിയിൽ ലെങ്ത്ത് വെക്കുന്നുണ്ട്. കൊള്ളാം, അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഹെയർ എന്ന് കമൻറ്റ്